സപ്നെ കഭി ഹക്ക് നഹി കവിതയുടെ മീനിങ് ആസ്വാൻ്റെ सपने का भी हक नहीं कविता की रचना डॉक्टर जे बाबू ने किया है। कवि ने इस कविता में एक मजदूरिन के सपने का वर्णन किया है। मैंने इंट्रोडक्शन सपने का भी हक नहीं कविता की रचना ചെയ്തിരിക്കുന്ന ആരാണ്? ഡോക്ടർ ജെ ബാബു. कवि ने इस कविता में एक मजदूरिन के सपने का वर्णन किया है. കവിതയിൽ ഒരു സാധാരണ ഒരു ജോലിക്കാരി, വെറുതെ ചെറിയ ജോലികൾ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സ്വപ്നത്തിൻ്റെ വർണ്ണനയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. एक कमरे वाली चौपड़ी में रहने वाली एक मजदूर ने सोते समय सपने में अपने नए घर बनाता देखा. അപ്പോൾ മീനിങ് ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു കുടിലിൽ ഏക കമരേവാലെ ചോപ്പടി, ഒരു ഒറ്റ മുറിയുള്ള ഒരു കുടിലിൽ രഹിനെ വാലിയേക്ക് മസ്ദൂരിൻ, താമസിക്കുന്ന ഒരു തൊഴിലാളി, ഒരു സ്ത്രീ മസ്ദൂരിനെ സോത്തേ സമയം, കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന സ്ത്രീ ഒറ്റമുറിയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അവർ ഉറങ്ങുന്ന സമയത്ത് സപ്നമേ അപ്പനെ നയേ ഘർ ബനാത്ത ദേക്ക, സ്വപ്നത്തിൽ ഒരു നല്ലൊരു പുതിയ വീട് വയ്ക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. उसके नए घर में खाने पीने और सोने के लिए अलग कमरे बने. അവരുടെ പുതിയ വീട്ടിൽ ഖാനെ പീനെ, ഉണ്ണുന്നതിനും ഒക്കെ ആയിട്ട്, അതുപോലെ അതായത് ഡൈനിങ് ഹാള്, और सोने के लिए अलग अलग कमरे बने, എന്നിട്ട് ഉറങ്ങുന്നതിന് വേണ്ടി സെപ്പറേറ്റ് റൂംസൊക്കെ നിർമ്മിച്ചതായിട്ട് അവർ സ്വപ്നം കാണുകയാണ്. അവർ ഒറ്റമുറിയുള്ള വീട്ടിലെ ചെറിയൊരു കുടിലാണ് അവർ താമസിക്കുന്നത്. പക്ഷേ അവർ ഉറക്കത്തിൽ ഒരു പുതിയൊരു വീട് വെച്ചായിട്ട് അവർ സ്വപ്നം കാണും. ആ സ്വപ്നത്തിലെ വീട്ടിൽ എന്തുണ്ട്? ഉണ്ണുന്നതിനൊരു റൂമുണ്ട്, ഉറങ്ങുന്നതിനൊരു സെപ്പറേറ്റ് റൂമുണ്ട്. രസോയി ഘർ ഖാനെ പീനേക്ക് കമരേക്ക് നിക്കട് രഖാ ഗയ. രസോയി ഘർ, അടുക്കള, കിച്ചൺ, ഖാനെ പീനേക്ക് കമരേക്ക് നിഗ, ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പൂജ കാ കമര ഊപ്പർ കെ മൻസിൽ മേ ബനായ ഗയ. പൂജാമുറി ഊപ്പർ കെ മൻസിൽ, രണ്ടാമത്തെ നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് കെ ഛത്ത് കെ നീച്ചെ पीले रंग के दीवारों के मध्य में दरवाजे और खिड़कियाँ रखेगी. കോൺക്രീറ്റ് കി ഛത്ത് കെ നീച്ചെ, കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന മേൽക്കൂര, ഛത്ത് എന്ന് വെച്ചാൽ മേൽക്കൂര, ഛത്ത് കെ നീച്ചെ താഴെയായി, പീലെ രംഗ് കെ ദിവാരോ, മഞ്ഞ നിറത്തിലുള്ള ഭിത്തി, ദിവാരോ കെ മധ്യമേ, ഭിത്തിയുടെ നടുക്കായിട്ട്, ദർവാസെ ഔർ ഖിഡ്കിയാം, റൂമും ഡോറും അതുപോലെ തന്നെ ജനാലയും നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ വീട് കോൺക്രീറ്റ് ചെയ്തതാണ്. കോൺക്രീറ്റ് ചെയ്ത മേൽക്കൂരയുടെ താഴെ ദിവാർ എങ്ങനെയുള്ളതാണ്? പീലെ രംഗ്, മഞ്ഞ നിറത്തിലുള്ള ദിവാറാണ്. ദിവാർ എന്ന് വെച്ചാൽ ഭിത്തിയാണ്. അതിൻ്റെ നടുക്കായിട്ട് വാതിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിൻഡോയും വെച്ചിട്ടുണ്ട്. ഡോറും വിൻഡോയും ഒക്കെ മഞ്ഞ ദിവാറിൻ്റെ ഇടയിലായിട്ടാണ്. ഫർസ് പർ സംഗമർമർ ഡാല ഗേയ, താഴെ തറയിൽ എന്താ വിരിച്ചിരിക്കുന്നത്? സംഗമർമർ, മാർബിളാണ് തറയിൽ വിരിച്ചിരിക്കുന്നത്. ഉസ് പർ മേസ് ആർ കുർസിയാം ഡാലി ഗി, അതിൻ്റെ മുകളിൽ, മാർബിൾ വിരിച്ച ആ തറയുടെ മുകളിൽ മേശയും കുർസിയാം, കസേരയും വെച്ചിട്ടുണ്ട്. और टीवी का भी प्रबंध किया गया, അതിൻ്റെ ഒപ്പം തന്നെ മേശയും കസേരയും വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ടി വിയും അവിടെ വെച്ചിട്ടുണ്ട്. രസോയി में फ्रिज और माइक्रोवेव भी रखे गए हैं, അടുക്കളയിൽ ഫ്രിഡ്ജും മൈക്രോവേവും ഉണ്ട്. वह मजदूरिन मच्छरदानी के मच्छरदानी में लेटे लेटे यह स्वप्न देख रही थी. മസ്ദൂരിൻ ഒരു കൊതുക് വലയുടെ ഉള്ളിൽ, അതാണ് മच्छरदानी ലേറ്റെ, അതിൽ കിടന്നിട്ടാണ് ഇവർ ഈ സ്വപ്നം കാണുന്നത്. കൊതുക് വലയ്ക്കുള്ളിൽ കിടന്നിട്ടാണ് അവരിത് സ്വപ്നം കാണുന്നത്. പർ നീന്ത് ടൂട്ട്നേക്ക് പഹലെ, ഉറക്കം വിടുന്നതിന് മുന്നേ തന്നെ, अपने സ്വപ്നമേം, തൻ്റെ സ്വപ്നത്തിൽ ഘർ ബനാനെ കെ ലിയെ
लिया कर्ज अदा न करने के कारण बैंक से भेजी നോട്ടീസ് देखकर वह चौंक पड़ी. ഇപ്പോൾ നല്ലൊരു സ്വപ്നം കാണുന്നതിൻ്റെ ഇടയിൽ ആ ഉറക്കം വിടുന്നതിന് മുമ്പ് തന്നെ വേറൊരു സ്വപ്നം കൂടെ കാണുകയാണ്. എന്താണ്? अपने स्वप्न में घर बनाने के लिए लिया खर्च. വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന ആ ചിലവായ ആ കടം, ഖർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം, ആ കടം അദാന കർണേക്ക് കാരൻ, വീട്ടാൻ സാധിക്കാത്തത് കാരണം. അപ്പോൾ വീട് വയ്ക്കാനായിട്ട് അവർ കടം എടുത്തിരുന്നു, ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു, അത് വീട്ടാൻ സാധിക്കാത്തത് കാരണം ബാങ്ക് സേ ഭേജി നോട്ടീസ്, ബാങ്കിൽ നിന്നും അയച്ച നോട്ടീസ് ദേക്കർ വഹ് ചോങ്കികെ, ആ ബാങ്കിൽ നിന്നും അയച്ച നോട്ടീസ് കണ്ടിട്ട് അവർ ഞെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ സ്വപ്നത്തിൽ പോലും തനിക്ക് ആ വീട് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നില്ല, ആ വീടിൻ്റെ സന്തോഷം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? ആ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ആ സ്ത്രീ എടുത്ത കടം വീട്ടാൻ സാധിക്കാതെ ആ വീട് എന്ത് ചെയ്യാൻ പോവുകയാണ്? അത് വീട് കണ്ടുകെട്ടാനായിട്ട് പോവുകയാണ്. ആ നോട്ടീസ് കണ്ടിട്ട് അവർ സ്വപ്നത്തിൽ തന്നെ അവർ ഞെട്ടുകയാണ് ചെയ്യുന്നത്. ഏക് കഠോർ സാമാജിക് സച്ചായി കോ ദേഖ്നെ वाली कविता है सपने का भी हक नहीं. एक कठोर सामाजिक സച്ചായിക്കോ, ഒരു കഠിനമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് നടക്കുന്ന വളരെ ശക്തമായ ഒരു സത്യാവസ്ഥയാണ് ഈ കവിതയിലൂടെ നമ്മളെ ഈ കവി കാട്ടിത്തരുന്നത്. ഏക് കമരെ വാലെ झोपड़ी में रहकर महल का सपना देखने वाले मजदूरिन का सपना കഠോർ യഥാർത്ഥ പർ ടൂട്ട് ജാത്തി ഹെ. ഒറ്റമുറിയുള്ള ചെറിയൊരു കുടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ ഒരു നല്ലൊരു വീട് വെക്കുന്ന സ്വപ്നം കണ്ടിട്ട് മസ്ദൂരിൻ കാ സപ്ന കഠോർ യഥാർത്ഥ പർ ടൂട്ട് ജാത്തി ഹെ, ഈ കഠിനമായ യാഥാർത്ഥ്യത്തിൽ തകർന്നു പോവുകയാണ്. അതായത് കടമെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കഠോരമായിട്ടുള്ള ആ ഒരു സത്യം അവർ റിയലൈസ് ചെയ്യുകയാണ്. ടൂട്ട് ജാത്താ ഹെ. സപ്നെ മേ ബാങ്ക് കി നോട്ടീസ് ആ ധമക്തി ഹെ. സ്വപ്നത്തിൽ എന്താണ് വരുന്നത്? ബാങ്ക് കി നോട്ടീസ് ആ ധമക്തി ഹെ. ബാങ്കിൻ്റെ ആ നോട്ടീസ്, കടം തിരിച്ചടയ്ക്കാത്തത് മൂലം ആ വീട് കണ്ടുകെട്ടുന്നതിൻ്റെ ആ നോട്ടീസ് അവരെ വന്ന് പേടിപ്പിക്കുകയാണ്. ആ ധമക്തി ഹെ और സുന്ദർ സപ്നെ ടൂട്ട് ജാത്തി ഹെ. അങ്ങനെ ആ സുന്ദരമായ സ്വപ്നം പോലും അവർക്ക് നഷ്ടപ്പെടുകയാണ്. സമാജ് में कई गरीब लोग ऐसे हैं जो बैंक से ऋण लेते हैं और लेकिन कठिन समय ठीक समय उसे नहीं चुका पाते. समाज में കൈ ഗരീബ് ലോക്, സമൂഹത്തിൽ ധാരാളം പാവപ്പെട്ട ആളുകൾ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ കടമെടുക്കുന്നു. എന്നിട്ട് കടമെടുത്ത് അവർ വീട് വയ്ക്കുകയാണ്. ജോ ബാങ്ക്സ് ഋണിലെത്തി ഹേ, ബാങ്കിൽ നിന്നും കടമെടുക്കുകയാണ്. പക്ഷേ ठीक समय उसे नहीं चुका पाता, പക്ഷേ കൃത്യമായ സമയത്ത് അത് തിരിച്ചടയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. തബ് ബാങ്ക് സേ നോട്ടീസ് ആ ജാത്തി ഹെ, അങ്ങനെ ബാങ്കിൽ നിന്നും നോട്ടീസ് വരികയും ഫിർ സപ്ന ഭി ഉസേ ഡരാവന ബൻ ജാത്തി ഹെ, അങ്ങനെ അവർക്ക് ആ സ്വപ്നം പോലും ഒരു ഡരാവനയായിട്ട്, ഒരു പേടിപ്പെടുത്തുന്ന കാര്യമായിട്ട് അവർ മാറുകയും ചെയ്യുന്നു.